എടാ DMart ഇപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റുമല്ലോ. നീ എന്താണ് ഈ പറയണത്? DMart ഇപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങാനോ? ആ സെൻറ്റൻസേ തെറ്റല്ലേ? DMartൽ നിന്നും ഇപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങാം എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ നല്ലല്ലോ, എപ്പോഴും DMartൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ. അല്ല, DMart ഡിസ്കൗണ്ടിൽ വാങ്ങണ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ DMartൽ പോയിട്ട് സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ വാങ്ങണ കാര്യമല്ല. എനിക്ക് തോന്നുന്നത് നിൻ്റെ കിളി പോയിരിക്കുകയെന്നാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രോ മലയാളത്തിൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഞാനേ അവരോട് പോയി സംസാരിക്കട്ടെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഗ്രോ മലയാളം. അപ്പോൾ DMart ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് സംസാരിച്ചാലോ? രാധാകൃഷ്ണൻ ധമാനിയുടെ അവന്യൂ സൂപ്പർമാർട്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന DMartനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മാർച്ച് 2017 മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ 500% റിട്ടേൺസ് ആണ് ഈ കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് DMart തന്നെയാണ് ഓപ്ഷൻ എന്ന് വലിയൊരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നതിനുള്ള കാരണം DMart നൽകുന്ന വൻ ഡിസ്കൗണ്ടാണ്. DMartലേക്ക് പോകുന്ന മിക്ക കുടുംബങ്ങളും ആ ഒരു ദിവസം തന്നെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പലപ്പോഴും തിരിച്ചു വരിക. 10 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ട് 20 എണ്ണം കൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. DMart സ്റ്റോറുകളിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. കാരണം ഒരു ലാസ്റ്റ് മിനിറ്റ് ഡിസ്കൗണ്ട് ഇഷ്ടപ്പെടാത്തവരാരാണ് അല്ലേ? അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഡിസ്കൗണ്ടുകൾ നൽകുന്ന ഈ കമ്പനി ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നും. കാരണം ലിസ്റ്റ് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു തവണ പോലും നെഗറ്റീവ് റിട്ടേൺസ് കൊടുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു DMart. പക്ഷേ 2022 DMartൻ്റെ ആ കുതിപ്പ് താഴോട്ട് പോവുകയുണ്ടായി. അതെ, 2022 DMartൻ്റെ ഷെയർ 12.9% താഴേക്ക് വീണുകയുണ്ടായി. അപ്പോൾ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ, അതോ DMartൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ചലഞ്ചുകൾ ഉള്ളതുകൊണ്ടാണോ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് DMartൻ്റെ സ്റ്റോക്കുകളിൽ താല്പര്യം കാണിക്കുന്നത് കുറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. DMartൻ്റെ ബിസിനസ്സിലുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ബിസിനസ് മോഡലിനെ കുറിച്ചാണ്. DMartലെ ഷോപ്പിങ്ങിന് പോയവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രൊഡക്റ്റുകളും പ്രധാനമായും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്പർ 1, ഫുഡ് പ്രൊഡക്ട്സ്, ഗ്രോസറീസ്, ഫ്രോസൺ പ്രൊഡക്ട്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, ബിവറേജസ്, കുക്കിംഗ് ഓയിൽസ്, ഡയറി പ്രൊഡക്ട്സ്, സ്നാക്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നമ്പർ 2, നോൺ ഫുഡ്സ്, FMCG പ്രൊഡക്ട്സ് such as small things related to personal care, toiletries, home care, etc. നമ്പർ 3, GM&A എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ജനറൽ മെർച്ചൻഡൈസ് ആൻഡ് അപ്പാരൽ. ഇതിലുള്ള പ്രൊഡക്റ്റുകൾ ബെഡ് ആൻഡ് ബാത്ത്, ടോയ്സ് ആൻഡ് ഗെയിംസ്, ക്രോക്കറി, ഫുഡ്വെയർ, ഹോം അപ്ലയൻസസ് എക്സെട്ര. ചുരുക്കി പറഞ്ഞാൽ ഒരു മുട്ടുസൂചി മുതൽ കാർഗോ പാൻസ് വരെ, ഫുഡ് മുതൽ ക്ലീനിങ്ങിനുള്ളത് വരെ എല്ലാം DMartൽ കിട്ടും. DMartൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ ഏകദേശം 55% വരുന്നത് ഫുഡ് കാറ്റഗറിയിൽ നിന്ന് മാത്രമാണ്. നോൺ ഫുഡ് ഐറ്റംസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 20.5%, GM&Aയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 24.75%. എന്തുകൊണ്ടായിരിക്കും ആളുകൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തതിന് ശേഷമുള്ള വീക്കെൻഡുകളിൽ DMartൽ പോകാൻ താല്പര്യം കാണിക്കുന്നത്? ഡിസ്കൗണ്ട് തന്നെ, ഒരു സംശയവുമില്ല. DMartൽ നിന്ന് വളരെ ചെറിയ ഐറ്റംസ് പോലും ഡിസ്കൗണ്ടിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ ബില്ലിൽ അത്യാവശ്യം വലിയൊരു റിഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഡിസ്കൗണ്ട് ആണ് ഇങ്ങനെ ആളുകളെ ആകർഷിക്കുന്നത് എന്നിരിക്കെ എന്തുകൊണ്ടാണ് മറ്റു സാധാരണ റീറ്റെയിലേഴ്സ് ഡിസ്കൗണ്ടുകൾ ഇത്രമാത്രം കൊടുക്കാത്തത്? അവിടെയാണ് വോളിയം എന്ന് പറയുന്ന സംഭവം കടന്നു വരുന്നത്. അളവ് എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. ഒരു റീറ്റെയിലർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അളവും അതേ പ്രൊഡക്റ്റ് DMart പർച്ചേസ് ചെയ്യുന്ന അളവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. സപ്ലൈസിൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് മനസ്സിലാക്കാം. ഒരു റീറ്റെയിൽ സ്റ്റോർ 100 രൂപ വിലയുള്ള ഒരു ഐറ്റം 100 എണ്ണം വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ MRP 115 രൂപയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ റീറ്റെയിലറിന് കിട്ടുന്ന മാർജിൻ 15% ആയിരിക്കും. അതായത് ആ 15 രൂപ, അതായത് 100 യൂണിറ്റുകൾ വിറ്റാൽ ആ റീറ്റെയിൽ സ്റ്റോറിന് കിട്ടുന്നത് 1500 രൂപ ലാഭമായിരിക്കും. പക്ഷേ DMart ഈ സെയിം ഐറ്റം വാങ്ങുമ്പോൾ 100ന് പകരം 1000 യൂണിറ്റുകളുടെ ഓർഡറാണ് കൊടുക്കുന്നുണ്ടാവുക. ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുമ്പോൾ DMartന് അവിടെ ഒരു നെഗോഷിയേഷൻ പവർ കിട്ടും. ഇതിപ്പോൾ DMart തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ പോയിട്ടൊരു സാധനം വലിയ അളവിൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായും അത് സപ്ലൈ ചെയ്യുന്നവരോട് ഡിസ്കൗണ്ട് ചോദിച്ച് മേടിക്കാൻ നമുക്ക് കൂടുതൽ പവർ ഉണ്ടാകും. കാരണം അയാൾക്കും അവിടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വഴി നമ്മൾ വഴി ഒരുങ്ങുകയാണ്. അങ്ങനെ DMartന് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് 90 രൂപയ്ക്കാണെന്ന് ഇരിക്കട്ടെ. എന്നിട്ട് DMart ഇത് 115 രൂപയ്ക്ക് വിൽക്കുമ്പോൾ മാർജിൻ എത്രയാണ്? 27% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീറ്റെയിലർക്ക് കിട്ടിയത് 15% മാർജിൻ മാത്രമായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ DMartൻ്റെ തന്ത്രം എന്താണ്? അവർ മാർജിൻ വളരെ കുറവായിട്ട് വെക്കുകയും സെയിൽസ് വോളിയം വളരെ കൂട്ടുകയും ചെയ്യും.
ഡിമാർട്ട് ഇങ്ങനെ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയിൽ കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യും. അങ്ങനെ മാർക്കറ്റിൽ 115 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഐറ്റം ഡിമാർട്ടിൽ 100 രൂപയ്ക്ക് വിറ്റുകൊണ്ട് തന്നെ അവർ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ലാഭവും ഉണ്ടാക്കുന്നു. ഡിമാർട്ടിന്റെ ഈ വളരെ കുറഞ്ഞ പ്രോഫിറ്റ് മാർജിൻ മറ്റു നോർമൽ റീറ്റെയിലേഴ്സിന് ഇവരുമായിട്ട് മത്സരിക്കുന്നതിനെ വളരെ ബുദ്ധിമുട്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ഫിനാൻഷ്യൽ ഇയേഴ്സിലായിട്ട് നോക്കുമ്പോൾ ഡിമാർട്ടിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് അറൌണ്ട് 8% ആണ്. ഇതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഇതേ സ്ട്രാറ്റജി US റീറ്റെയിൽ ഭീമന്മാരായ വാൾമാർട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഡിമാർട്ടിന് അവരുടെ റെഗുലർ ഓർഡറുകൾ വളരെ എളുപ്പത്തിൽ വിറ്റഴിക്കുവാനും അതിലൂടെ അവരുടെ ഷെൽഫുകളിൽ ഫ്രഷ് പ്രൊഡക്റ്റുകൾ എപ്പോഴും കീപ്പ് ചെയ്യാനും സാധിക്കുന്നു. ഇത് പുതിയ കസ്റ്റമേഴ്സിന് വളരെയധികം ഇഷ്ടമാവുന്നൊരു കാര്യമാണ്. ഇതിലൂടെ വേസ്റ്റേജ്, അതുപോലെ സാധനങ്ങൾ നാശമായി പോകുന്നതൊക്കെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഡിമാർട്ടിന് ഫേസ് ചെയ്യേണ്ടി വരുന്നുമില്ല. മാത്രമല്ല ഡിമാർട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പും ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഡിമാർട്ട് പരമാവധി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഓണർഷിപ്പ് മോഡലിലുമാണ്. അതായത് ഇവരുടെ ഭൂരിഭാഗം സ്റ്റോറുകളും അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് വാടക ഇനത്തിലുള്ള ചിലവുകൾ കുറക്കുന്നു. പിന്നെ ഇവരുടെ സ്റ്റോറുകളുടെ ലൊക്കേഷൻ ഫാൻസി ലൊക്കേഷൻസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ചെലവും വളരെ കുറവാണ്. ഈ എല്ലാ ഘടകങ്ങളുടെയും ഇമ്പാക്റ്റ് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ കാണാനുമാകും. ശരിക്കും പറയുകയാണെങ്കിൽ ഡിമാർട്ട് ഇന്ത്യയിലെ റീറ്റെയിൽ കിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ കമ്പനി അതിൻ്റെ സെയിൽസ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് 30% എന്ന റേറ്റിലാണ്. പ്രോഫിറ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 38%. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഡിമാർട്ടിൻ്റെ ബിസിനസ് മോഡൽ അടിപൊളിയാണല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ബിസിനസ്സിൽ ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഡിമാർട്ടിനും അതിൻ്റെതായ ചലഞ്ചസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2021 ഒക്ടോബറിൽ ഡിമാർട്ടിൻ്റെ സ്റ്റോക്ക് 34.56% എന്ന പീക്കിൽ എത്തി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഡിമാർട്ടിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 12.39% താഴേക്ക് പോവുകയുണ്ടായി. ഓവറോൾ എല്ലാ മാർക്കറ്റിലും ഉണ്ടായിട്ടുള്ള ബെയറിഷ് ട്രെൻഡ്, അതുപോലെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് തുടങ്ങിയവ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അണ്ടർ പെർഫോമൻസിന് കാരണമായിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഡിമാർട്ടിൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ചില ഫാക്ടേഴ്സാണ് അവരുടെ പെർഫോമൻസിന് പിന്നിലുള്ള കാരണം. നോക്കൂ, കൂടെ മത്സരിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ച് വളരെ ഉയർന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പ്രതീക്ഷയുണ്ടാവും ഇത്തരം സ്റ്റോക്കുകളിൽ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരൊറ്റ നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ വളരെ മോശം ക്വാർട്ടർ ഉണ്ടായാൽ പോലും അത് കമ്പനിയുടെ ആ പ്രീമിയം വാല്യുവേഷൻ ഇല്ലാതാക്കാവുന്നതാണ്. കമ്പനിയുടെ വളർച്ചയെ ബാധിച്ചേക്കാവുന്ന ഏതൊരു ഫാക്ടറും അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പേർട്ട് അനലിസ്റ്റുകൾ ഇവരുടെ എസ്റ്റിമേറ്റിനേക്കാൾ താഴേക്ക് ഇത്തരം പ്രീമിയം കമ്പനികളുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് നമ്പർ പോകുന്ന സാഹചര്യം, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് ഡിമാർട്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഒക്ടോബർ 2022 313.9 എന്ന PEയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കിൻ്റെ ഇന്നത്തെ PE ഏതാണ്ട് 100 മാത്രമാണ്. നമുക്ക് ഡിസംബർ 2022 അവസാനിച്ച ക്വാർട്ടറിലെ ഈ കമ്പനിയുടെ റിസൾട്ട്സ് ഒന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും കമ്പനിയുടെ സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മാർക്കറ്റിൻ്റെ എസ്റ്റിമേറ്റിനോട് അടുത്തെത്തിയില്ല. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. ഇത് കാരണം ഡിമാർട്ടിൻ്റെ ഷെയർ പ്രൈസിൽ വളരെ വലിയ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പനിയുടെ ഗ്രോസ് മാർജിൻ 60 ബേസിസ് പോയിന്റ് കുറഞ്ഞു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആയിട്ട് നോക്കുമ്പോൾ 20 ബേസിസ് പോയിന്റ് കുറഞ്ഞു. മാർജിനിലുള്ള ഈ കുറവിന് പിന്നിലുള്ള കാരണം ജനറൽ മർച്ചൻഡൈസ് ആൻഡ് അപ്പാരൽ സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഡിമാർട്ടിൻ്റെ റവന്യൂവിൻ്റെ ഭൂരിഭാഗവും വരുന്നത് ഫുഡ് ആൻഡ് FMCG സെഗ്മെന്റ്സിൽ നിന്നുമാണ്. പക്ഷേ ഇതിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ വളരെ കുറവാണ്. ജനറൽ മർച്ചൻഡൈസ് ആൻഡ് അപ്പാരൽ സെഗ്മെന്റിൽ നിന്നുമുള്ള മാർജിനാണ് ശരിക്കും കമ്പനിയുടെ മൊത്തം മാർജിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഡിസംബർ 2022 ക്വാർട്ടറിൽ ഈ GM&A സെഗ്മെന്റിന്റെ സെയിൽസ് ഗ്രോത്തിനേക്കാൾ വേഗത്തിലായിരുന്നു കമ്പനിയുടെ ഫുഡ് ആൻഡ് FMCG സെയിൽസ് ഗ്രോത്ത്. ഇങ്ങനെ GM&Aയിൽ നിന്നും ടോട്ടൽ സെയിൽസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞത് കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റ് മാർജിനെ അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു ഈ സെഗ്മെന്റിൽ നിന്നാണ് കൂടുതൽ മാർജിൻ വരുന്നത് എന്ന്. നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കി നോക്കാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 2 പ്രൊഡക്റ്റുകളുണ്ട്. ഓരോന്നിനും 100 രൂപയാണ് വില. ഇതിലൊന്ന് നിങ്ങൾക്ക് 110 രൂപയ്ക്ക് വിൽക്കാം, മറ്റേത് 150 രൂപയ്ക്കും വിൽക്കാം. സ്വാഭാവികമായിട്ടും 150 രൂപയ്ക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റിനാണ് മാർജിൻ കൂടുതൽ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വിൽക്കാൻ ശ്രമിക്കുക? മാർജിൻ കൂടുതലുള്ള പ്രൊഡക്റ്റ് തന്നെയല്ലേ. ഇത് തന്നെയാണ് ഡിമാർട്ടിൻ്റെ കേസും. ഡിമാർട്ടിന് അവരുടെ സ്റ്റോറുകൾ സന്ദർശിക്കുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് ഫുഡ് ആൻഡ് FMCG ഐറ്റംസിൻ്റെ കൂടെ തന്നെ GM&A സെഗ്മെൻറ്റിലെ ക്ലോത്തിങ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് എന്നിവ കൂടി വാങ്ങിപ്പിക്കണമായിരുന്നു അവരുടെ മാർജിൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ സാധാരണ ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയുടെ മാർജിൻസ് സ്ട്രോങ് ആയിരിക്കും. കാലാകാലങ്ങളായിട്ട് ഇത് അങ്ങനെ തന്നെയാണ് പോയിരുന്നതും. GM&A സെഗ്മെന്റിൽ നിന്നും നല്ല സെയിൽസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം കമ്പനിയുടെ ഡിസംബർ ക്വാർട്ടർ മാർജിൻ ഒരു മൾട്ടി ഇയർ ലോ ആണ് കാണിച്ചത്. എക്സ്പോർട്ടുകളും ബ്രോക്കറേജ് ഹൗസുകളും പറയുന്നത് ഇൻഫ്ലേഷൻ ആണ് GM&A സെഗ്മെന്റിൽ നിന്നുമുള്ള സെയിൽസ് ഗ്രോത്തിന്റെ കുറവിന് പിന്നിൽ എന്നാണ്. ഇൻഫ്ലേഷൻ കാരണം ആളുകൾ പൈസ ചെലവാക്കുന്നത് കുറഞ്ഞു, പ്രത്യേകിച്ച് ഡിസ്ക്രിഷണറി എക്സ്പെൻസസ് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അയാളുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസയാണ് നമ്മൾ ഈ ഡിസ്ക്രിഷണറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇതിന് പുറമെയുള്ള മറ്റൊരു വലിയ റീസൺ എന്ന് പറയുന്നത് ഈ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതും വളരെ വലിയ പ്ലെയേഴ്സിൽ നിന്ന്, ലൈക്ക് റിലയൻസ് റീറ്റെയിൽ ആൻഡ് ടാറ്റ ഗ്രൂപ്പ് ബാക്ക്ഡ് ബിഗ് ബാസ്ക്കറ്റ്. ക്വിക്ക് കോമേഴ്സ് പ്ലെയേഴ്സ് ആയിട്ടുള്ള സെപ്റ്റോ, ബ്ലിങ്കിറ്റ് ആൻഡ് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയവരിൽ നിന്നും ഈ കമ്പനി കോമ്പറ്റീഷൻ നേടുന്നുണ്ട്. എന്തായാലും ഈ ഓൺലൈൻ പ്ലെയേഴ്സിനോട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് DMartഉം സ്വന്തം ഓൺലൈൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. DMart റെഡി എന്ന പേരിൽ. DMart റെഡി സ്റ്റോറുകൾ ഇപ്പോൾ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. കസ്റ്റമേഴ്സിന് DMart റെഡി ആപ്പിലൂടെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. എന്നിട്ട് ഈ ഓർഡറുകൾ ഏറ്റവും അടുത്തുള്ള DMart റെഡി സ്റ്റോറിൽ നിന്നും പിക്ക് ചെയ്യാം. ഈ ഓർഡർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ഒരു ഡെലിവറി ഫീ ഈടാക്കിക്കൊണ്ട് DMart അത് ഡെലിവറി ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെട്രിക്കിനെ കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ പേര് ഇങ്ങനെയാണ്: റവന്യൂ ഫ്രം സെയിൽസ് പെർ സ്ക്വയർ ഫൂട്ട് ഓഫ് റീറ്റെയിൽ ബിസിനസ് ഏരിയ. ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ പെർ സ്ക്വയർ ഫൂട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിനെ അതിൻ്റെ എല്ലാ സ്റ്റോറുകളുടെയും ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മെട്രിക് കാണിച്ചു തരുന്നത് ഒരു സ്ക്വയർ ഫൂട്ട് ഏരിയയിൽ നിന്നും DMartന് എത്രമാത്രം സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. അതായത് ഇവരുടെ സ്റ്റോറേജ് ഏരിയ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന ധാരണ നമുക്ക് ഈ മെട്രിക്കിൽ നിന്നും കിട്ടും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഇതിൽ ഒരു ഗ്രോത്തും ഇല്ല എന്ന് മാത്രമല്ല വലിയ ഇടിവ് ഉണ്ടായിട്ടുമുണ്ട് എന്ന് മാത്രമല്ല ഫിനാൻഷ്യൽ ഇയർ 19 റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് 35,647 രൂപ ആയിരുന്നത് ഫിനാൻഷ്യൽ ഇയർ 2023 ആദ്യ 6 മാസം എടുത്ത് നോക്കുമ്പോൾ 15,064 ഈ നമ്പർ ഒരു നെറ്റ് ഇയറിലേക്ക്, ഒരു വർഷത്തിലേക്ക് എക്സ്ട്രാ പോളറേറ്റർ ആക്കിയിട്ട് ഡബിൾ ആക്കിയാൽ തന്നെ അത് ഫിനാൻഷ്യൽ ഇയർ 2019 ഫിനാൻഷ്യൽ ഇയർ 2020 ലെവലിന് താഴെ തന്നെ ആയിരിക്കും. അതായത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുൻപത്തേക്കാളും കുറഞ്ഞ റവന്യൂ ആണ് പെർ സ്ക്വയർ ഫൂട്ട് ഓഫ് ലാൻഡിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കമ്പനി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സ്റ്റോറുകളുടെ നമ്പർ പ്രതീക്ഷിക്കുന്നതിലും താഴെയാണ്. കമ്പനിയുടെ സ്റ്റോറുകളുടെ സൈസ് മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലുമാണ്, ടോട്ടൽ ഏരിയ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ 3 മുതൽ 4 വർഷം വരെ എടുത്ത് നോക്കുമ്പോൾ DMart ഓപ്പൺ ചെയ്യുന്ന പുതിയ സ്റ്റോറുകളെല്ലാം താരതമ്യേന കൂടുതൽ വലുപ്പമുള്ളതാണ്. മോർ ദാൻ 50,000 സ്ക്വയർ ഫീറ്റ് ഇൻ ഏരിയ. ഫിനാൻഷ്യൽ ഇയർ 2023 ക്വാർട്ടർ 3ൽ DMart 4 പുതിയ സ്റ്റോറുകളാണ് കൂട്ടിച്ചേർത്തത്. ഇത് സെപ്റ്റംബർ ക്വാർട്ടറിലാണ് സംഭവിച്ചത്. ഇത് മാർക്കറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ താഴെയായിരുന്നു. ഫോർ എക്സാമ്പിൾ, മോത്തിലാൽ ഓസ്വാൾ സെക്യൂരിറ്റീസ് എക്സ്പെക്ട് ചെയ്തിരുന്നത് 12 പുതിയ സ്റ്റോറുകളായിരുന്നു. അത്രയും എത്തിയില്ല. മാർക്കറ്റിൽ പലിശ നിരക്ക് കൂടുകയും ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റോറുകൾ കുറച്ച് മാത്രമായിട്ട് തുറക്കുന്നത് ഒരു തരത്തിലൊരു സേഫ് സ്റ്റെപ്പാണ്. പക്ഷേ മാനേജ്മെൻറ്റ് ആലോചിക്കുന്നതും മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും എപ്പോഴും മാച്ച് ആവണം എന്നില്ലല്ലോ. മാത്രമല്ല FIR മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു കൺസർവേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഡിമാൻഡും ഗ്രോത്തും തിരിച്ചു വരാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് DMartൻ്റെ ഈ അടുത്തുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ്റെ കൂടി വളർച്ചയാണ്. അപ്പോൾ മിഡിൽ ക്ലാസിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന DMartഉം ഈ ഓപ്പർച്യൂണിറ്റി മുതലാക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ്: DMartൽ നിന്നും ഡിസ്കൗണ്ടിൽ കിട്ടുന്ന സാധനം വാങ്ങാനാണോ നിങ്ങളുടെ തീരുമാനം, അതോ DMartൻ്റെ ഷെയറുകൾ ഇങ്ങനെ ഡിസ്കൗണ്ടിൽ വാങ്ങാനാണോ നിങ്ങളുടെ തീരുമാനം? കമന്റ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം അറിയിക്കാനുള്ളത്, Groww മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലുമുണ്ട്. അവിടെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.